സോ ഡിയർ സ്റ്റുഡൻസ്, 4 വർഷങ്ങൾക്ക് ഇപ്പുറം 2025 വീണ്ടും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഉയർന്ന PSC എക്സാം ആയിട്ടുള്ള KS എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. PSC നമ്മളെ മുന്നേ അറിയിച്ചതുപോലെ തന്നെ മാർച്ച് 7 ഇന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്തു. എന്തൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, എന്തെങ്കിലും പുതുതായിട്ടുള്ള മാറ്റങ്ങളുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ വെൽക്കം ടു ഫോർച്യൂൺ IAS. സോ അതിന്റെ ഭാഗമായിട്ട് KS നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇന്നാണ് അതിന്റെ ഒരു ഡേറ്റ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ദാറ്റ് ഈസ് 9/4/2025. അതായത് April 9 ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള PSCയുടെ സൈറ്റിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ദെൻ അതിന്റെ കാറ്റഗറി നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോർ ഇമ്പോർട്ടൻ്റ്ലി മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി എന്ന് പറയുന്ന രൂപത്തിൽ സ്ട്രീം 1ഉം 2ഉം 3ഉം ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ, അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്ന നോക്കിക്കേ, 77,000 മുതൽക്ക് 1,40,000 വരെ വരുന്ന കേരളത്തിലെ ഏറ്റവും ഹൈ പാക്കേജ് നൽകുന്ന, ഹൈ സ്റ്റാറ്റസ് നൽകുന്ന ജോബാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് വിശേഷിപ്പിക്കുന്ന KS എക്സാമിനേഷൻ നിങ്ങൾ ഒരു കാരണവശാലും എക്സാം അറ്റൻഡ് ചെയ്യാതെ പോകരുത്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇനി എത്ര വേക്കൻസി ഉണ്ട്? വേക്കൻസി ഇപ്രാവശ്യം വരുന്നത് 31 ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 104 വേക്കൻസി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 31 വേക്കൻസി ആണുള്ളത്. ഇപ്രാവശ്യം വളരെ കൃത്യമായിട്ട് തന്നെ PSC അറിയിച്ചിട്ടുണ്ട്. സ്ട്രീം 1ൽ വരുന്നത് 11 വേക്കൻസി, സ്ട്രീം 2ൽ 10 വേക്കൻസി, സ്ട്രീം 3ൽ 10 വേക്കൻസി എന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഒരു പക്ഷേ നമ്പർ കുറവാണോ എന്നുള്ളത്. നിങ്ങൾക്കൊരു സീറ്റ് പോരെ? ആ ഒരു സീറ്റിന് വേണ്ടിയുള്ള പ്രയത്നമാണ് നിങ്ങൾ നൽകേണ്ടത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 10 ലക്ഷം ആൾക്കാരിൽ നിന്ന് 104 പേരെ തെരഞ്ഞെടുത്തു. ആ 104 പേരും വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത്, ആ വേക്കൻസി പോകുമായിരുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 31 വേക്കൻസിയിൽ 1 മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഇനി കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷനിലെ മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ഒന്ന്, സ്ട്രീം 1, 2, 3 എന്ന് പറയുന്ന ഇവരുടെ കാറ്റഗറി നമ്പർ യഥാക്രമം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 2025 എന്ന രീതിയിൽ. അതിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്? സ്ട്രീം 1ൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് സ്ട്രീം 2 എന്ന് പറയുന്ന കാറ്റഗറി ആരാണ് വരുന്നത്? ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം എമംഗ് ഫുൾ മെമ്പേഴ്സ് ഓർ അപ്രൂവ്ഡ് പ്രൊബേഷനേഴ്സ് ഇൻ എനി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഗവൺമെന്റ് ജോലിക്കാരായിട്ടുള്ള ആൾക്കാർ, പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് സ്ട്രീം 2 വരുന്നത്. അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് KS സ്പെഷ്യൽ റൂൾ 2018 പ്രകാരം കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്ട്രീം 3യിലോട്ട് വരുന്ന സമയത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ് വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, പക്ഷെ അവരെന്താണ് ഗസറ്റഡ് പോസ്റ്റിൽ നിൽക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സ്ട്രീമും 2ഉം 3ഉം അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ സ്പെഷ്യൽ റൂൾസ് വെച്ചിട്ട് നോക്കാവുന്നതാണ് അവരുടെ കാറ്റഗറി ഏതാണ് വരുന്നത് എന്നുള്ളത്. ഇനി റിഗാർഡിംഗ് ദ ഏജ് ലിമിറ്റ്, ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ആസ്പിരൻസ് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതൊക്കെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രീം 1 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ കാറ്റഗറി ആണ് അല്ലെ. സോ ഈ ഓപ്പൺ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഏജ് എന്ന് പറയുന്നത് 21 മുതൽ 32 വയസ്സ് വരെയാണ്. UPSCയുടെ ഏജ് ലിമിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ 21 മുതൽ 32 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1993 2-ാം തീയതി, ദാറ്റ് ഈസ് ജനുവരി 2-ാം തീയതി, അതിൻ്റെയും 2004 ജനുവരി 1 ഇടയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളത്. അങ്ങനെ 32 വയസ്സ്. അതേ സമയത്ത് ഇവിടെ നമുക്ക് ഏജ് റിലാക്സേഷൻസ് കാണാൻ പറ്റും. ഇതിൽ SC ST പെട്ടുള്ള ആൾക്കാർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. OBCക്കാർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. പിന്നെ സ്ട്രീം 2ന്റെ ഏജ് എന്ന് പറയുന്നത് 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് വരുന്നത്. സ്ട്രീം 3 അവർക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് 50 വയസ്സിനേക്കാൾ കൂടുതൽ കൂടാൻ പാടില്ല. 50 വയസ്സാണ് മാക്സിമം വരേണ്ടത് ഓൺ ദിസ് പെർട്ടിക്കുലർ ഡേറ്റ് 1 ജനുവരി 2025. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഏജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏജ് കാറ്റഗറി ആയിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. കൂട്ടത്തിൽ പഠനം നല്ല സ്ട്രോങ് ആക്കിയിട്ട് തന്നെ പഠിക്കുക. കാരണം നിങ്ങളുടെ മുമ്പിലുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള 90 ദിവസം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. നൗ റിഗാർഡിംഗ് ദ ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ച് ആദ്യം 1-2 കാര്യങ്ങൾ. മുമ്പുണ്ടായിരുന്ന സിലബസ് എന്താണോ അത് തന്നെയാണ് ഇപ്രാവശ്യം PSC തന്നിട്ടുള്ളത്, വിത്ത് സെർട്ടൻ അപ്ഡേറ്റ്സ് ലൈക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. മുമ്പ് ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കോൺസെപ്ച്വൽ ചില എറേഴ്സ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുന്ന സിലബസിന്റെ അകത്ത് എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് എന്നുള്ളതിന്റെ പകരം റവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി. അതുപോലെ കേരള ഫ്രം 18th സെഞ്ചുറി എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഒരു സബ് ക്ലോസ് 1 ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സെയിം സിലബസ് തന്നെയാണ് പ്രിലിംസിനും മെയിൻസിനും തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് വളരെ കൃത്യതയോടെ വൃത്തിക്ക് പഠിക്കാൻ പറ്റാവുന്നതാണ്. ഫോർച്യൂണിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ KS റാങ്ക് 1 ഒക്കെ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പൊ അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് KS ഫോർച്യൂണിൽ പഠിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നോക്കാം. സിലബസിന്റെ ഭാഗമായിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾക്ക് 2 പേപ്പർ ഉണ്ടാവും. പേപ്പർ 1, പേപ്പർ 2. ഓരോ എക്സാമും 1.5 മണിക്കൂർ വീതമായിരിക്കും ഉണ്ടാവുക. ഒരു ദിവസം രാവിലെ ഒരു എക്സാമിനേഷൻ, ഉച്ചക്ക് മറ്റൊരു എക്സാമിനേഷൻ, 100 മാർക്ക് വീതം. ഇതിന് എത്രയാണ് കട്ട് ഓഫ് വരുന്നത് എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 200-ൽ നിങ്ങൾക്ക് 75 മാർക്സ് മതി. സ്ട്രീം 1 ആണെന്നുണ്ടെങ്കിൽ ഒരു 65 മാർക്സിന് അടുത്ത് മതി. സ്ട്രീം 2 ആണെങ്കിൽ 50 മാർക്സ് മതി. സ്ട്രീം 3 ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നത് എന്തുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാകാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ടുള്ള ഒരു എഴുത്തിന്റെ പ്രാക്ടീസ് ഫോർച്യൂൺ പോലുള്ള അക്കാദമിയിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് കിട്ടാവുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസുകാരെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതണം എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ആ ഒരു പ്രാക്ടീസ് കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മെയിൻസ് നിങ്ങൾക്ക് പാസ്സാക്കാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി വിത്ത് ഇന്റർവ്യൂ ഗൈഡൻസ് ആസ് വെൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഫോർച്യൂണിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ വാക്കൻസി കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് നിൽക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിനേഷന്റെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഇവിടെ നോക്കിക്കേ, പ്രിലിമിനറി എക്സാമിനേഷനിൽ പേപ്പർ 1-ൽ എന്തൊക്കെയാ വരുന്നുണ്ട്? രണ്ടും നമുക്ക് വരുന്ന എന്തൊക്കെയാ? ഒന്നില് വി ഹാവ് ദ സബ്ജക്ട്സ് ലൈക്ക് ഹിസ്റ്ററി, ദെൻ പൊളിറ്റി, ജോഗ്രഫി, ദെൻ മാത്തമാറ്റിക്കൽ റീസണിങ് ഒക്കെയാണ് ഫസ്റ്റിൽ വരുന്നത്. പേപ്പർ 2-ൽ വരുന്നതാണ് ഇംഗ്ലീഷ്, മലയാളം, സയൻസ് ആൻഡ് ടെക് ആൻഡ് എക്കണോമി. ഇങ്ങനെയാണ് പേപ്പേഴ്സ് വരുന്നത്. 1.5 മണിക്കൂർ വീതം ഓരോന്നും നിങ്ങൾക്ക് 100 മാർക്ക് വീതമാണ് വരുന്നത്. അതിൽ തന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി ആയിട്ടുള്ള ഇംഗ്ലീഷും മലയാളത്തിന് നിങ്ങൾക്ക് 30 മാർക്ക്, ഇംഗ്ലീഷിന് 20 മാർക്ക് വീതത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി, ഇക്കണോമി രണ്ടും കൂടെ 50 മാർക്കിന് എന്ന രീതിയിലാണ് എക്സാമിനേഷൻ നടക്കുക. ഒന്ന് ഫോർനൂൺ, ഒന്ന് ആഫ്റ്റർനൂൺ. ഇവിടെ ഡേറ്റും നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. സോ June 14 അതാണ് നിങ്ങളുടെ ഡേറ്റ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ June 14 ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ വേണ്ടി. ആദ്യം നിങ്ങൾ കൃത്യമായിട്ട് പ്രിലിംസിനെ തന്നെ പഠിച്ചോളൂ. കാരണം അതിനുശേഷം നമുക്ക് മെയിൻസിന് അത്യാവശ്യം സമയമുണ്ട്. കാരണം ജൂൺ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒക്ടോബറിലാണ് മെയിൻസ് വരുന്നത്. ഈ പഠിച്ചിരിക്കുന്ന സിലബസ് തന്നെയാണ് മെയിൻസിനും വന്നിരിക്കുന്നത്. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ മെയിൻസിലോട്ട് കൺവേർട്ട് ചെയ്യുക, ആ രീതിയിൽ എഴുതി പഠിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന KS എക്സാമിനേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് എന്നുള്ളത്. Now regarding this mains examination, നിങ്ങൾക്ക് പേപ്പർ 1, 2, 3 എന്ന് പറയുന്ന 3 പേപ്പറാണ് വരുന്നത്. ഓരോ പേപ്പറും 2 മണിക്കൂർ വീതം നിങ്ങൾക്ക് എക്സാമിനേഷൻ സമയം കിട്ടും. ഓരോന്നിനും 100 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, സോ അതിൽ പേപ്പർ 1 ദാറ്റ് ഈസ് ഫുള്ളി ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററി തന്നെ നിങ്ങൾക്കറിയാം. ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ കേരള ഹിസ്റ്ററി ഉണ്ട്, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുന്ന കൾച്ചറൽ പാർട്ടും വരുന്നുണ്ട്. അതാണ് പേപ്പർ 1. പേപ്പർ 2-ൽ അതേ സമയത്ത് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, ഗവേണൻസ്, അതിന്റെ കൂട്ടത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജി. പേപ്പർ 3-ൽ വരുന്നത് ജോഗ്രഫി പ്ലസ് എക്കണോമി. അതായത് മെയിൻസിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്സ് ഇല്ല, നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് ഇല്ല, നിങ്ങൾക്ക് അവിടെ മലയാളം ഇല്ല. ആ കാര്യങ്ങൾ പ്രിലിംസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മെയിൻസിന് എന്താണോ നിങ്ങൾ പ്രിലിംസിന്റെ സിലബസ് പഠിച്ചിരിക്കുന്നത് അത് തന്നെയാണ് സിലബസ് ആയിട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് KS എന്ന് പറയുന്നത്. നെവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, എക്സാമിനേഷന്റെ ഫർദർ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 17 ഫോർനൂൺ എക്സാമിനേഷൻ ഉണ്ട്, ആഫ്റ്റർനൂൺ എക്സാമിനേഷൻ ഉണ്ട്, ഒക്ടോബർ 18 എക്സാമിനേഷൻ ഉണ്ട്. ഇതാണ് മെയിൻസിന്റെ ഒരു എക്സാമിനേഷൻ ചാർട്ട് എങ്കിൽ ഇന്റർവ്യൂ നിങ്ങൾക്ക് 45 മാർക്കിന് February മാസത്തിൽ നടക്കുകയും ഫെബ്രുവരിയിൽ അതിന്റെ റിസൾട്ട് ഏകദേശം വരികയും ചെയ്യും. അപ്പൊ 2026 ആകുന്ന സമയത്ത് നിങ്ങൾക്ക് KS എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇന്ന് മുതൽ പ്രിപ്പറേഷൻ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു സ്വപ്നവും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിദൂരമായിട്ട് നിൽക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് വേണോ വേണ്ട എന്നുള്ളതാണ്. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് IAS ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഫോർച്യൂൺ IAS ആണ്. അപ്പോൾ ഫോർച്യൂൺ IASന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫുൾ കോംപ്രഹെൻസീവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് March 17 ആണ്. March 17 കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതിൽ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു ബാച്ചാണ് വരുന്നത്. അതേ സമയത്ത് നിങ്ങൾ UPSC ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള മൊഡ്യൂൾസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം ടോപ്പിക്സ് പഠിക്കാനുണ്ട്. കേരള ഹിസ്റ്ററി, കേരള കൾച്ചർ, കേരള ഇക്കണോമി, ദെൻ ഗവേണൻസ്, ജോഗ്രഫി ആൻഡ് ഗവേണൻസിന്റെ ചില പാർട്ടുകൾ. ആ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ബ്രിഡ്ജ് കോഴ്സും വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഓക്കെ, ദെൻ വി ഹാവ് KS ടെസ്റ്റ് സീരീസ്.
KS വേണ്ടിയുള്ള ടെസ്റ്റ് സീരീസ് 23rd മാർച്ച് മുതൽക്ക് ആരംഭിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന കോഴ്സ് ഏതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഉടനടി ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പ്രിപ്പറേഷന്റെ ആദ്യ ഗൈഡൻസ് എല്ലാം ഉടൻ തന്നെ നേടിയെടുക്കാനും ശ്രമിക്കുക. മാർച്ച് 17 മുതൽക്ക് ആരംഭിക്കുന്ന ക്ലാസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കാനും അതിനനുസരിച്ച് പഠനം ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടെ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വിത്ത് ദ എക്സ്പേർട്ട് ഗൈഡൻസ് തീർച്ചയായിട്ടും KSന്റെ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ എല്ലാം നിങ്ങൾക്ക് പാസ്സാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇനി ഒട്ടും വൈകിക്കരുത്. ഇതിനേക്കാൾ നല്ലൊരു ഓഫർ 2025 എക്സാമിനേഷൻ ഫീൽഡിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടാവില്ല. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റീസ് ഗൈസ്. സോ ബി ദ നെക്സ്റ്റ് KS ഓഫീസർ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.